ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ദി ഹെർമിറ്റ്, അടുത്ത കാർഡ് ജഡ്ജ്മെന്റ്, മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ്. ദി ഹെർമിറ്റ് പറയുന്നു, വളരെ കൂടുതലായി ഒറ്റപ്പെട്ടിരിക്കൽ, എല്ലാം സ്വന്തമായി മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കൽ. നിങ്ങൾ എല്ലായ്പ്പോഴും എനിക്ക് മാത്രം വഴി കണ്ടെത്തണം എന്ന രീതിയിൽ പോയാൽ അവസരങ്ങൾ നഷ്ടപ്പെടും. അതിനാൽ ഒറ്റപ്പെടലോ അനാവശ്യമായ ആത്മപരിശോധനയോ വിട്ടുവീഴ്ച ചെയ്യണം. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ്. പഴയ തെറ്റുകൾ, പഴയ ഓർമ്മകൾ, ഞാൻ ഇത്രയും നാളും കഴിഞ്ഞുപോയി, ഇനി എനിക്ക് കഴിയുമോ എന്ന കുറ്റബോധം, മറ്റുള്ളവർ നമ്മളെ എന്ത് വിചാരിക്കും എന്നതും വിട്ടുകളയണം. കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി പുതിയതായി എന്തെങ്കിലും തുടങ്ങണം എന്നാണ് ജഡ്ജ്മെന്റ് പറയുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. അനാവശ്യമായി പകൽ സ്വപ്നങ്ങളിൽ മുഴുകാതെ ചെറുതായി തുടങ്ങുന്ന പ്രതീക്ഷകളിൽ മാത്രം കുടുങ്ങി വലിയ കാര്യങ്ങൾ ഒഴിവാക്കുന്ന സ്വഭാവം വിട്ടുകളയണം. ഒരു ദിവസം നടക്കും എന്ന സ്വപ്നത്തിലല്ല, പ്രായോഗികമായ ആക്ഷൻ വേണം. സ്വാഭാവികമായ കാഴ്ചപ്പാടുകൾ വേണം. ഒറ്റപ്പെടൽ, പഴയ കുറ്റബോധം, സ്വപ്നങ്ങളിൽ മാത്രം കുടുങ്ങൽ, ഇവയൊക്കെ വിട്ടുകളഞ്ഞ് ഇപ്പോഴുള്ള ജീവിതത്തിലേക്ക് വരിക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.